വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വളരെ ഭംഗിയായിട്ട് ഇനി ഈ പ്രീവിയസ് ഇയറിൽ പൊതുവായിട്ട് ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അതുപോലെ SCRTയുടെയും കൂടിയും പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിട്ട് ഞാൻ അതും നിങ്ങൾക്ക് എന്താ പറയാ ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ചിക്കാഗോ മതസമ്മേളനം നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. ആ ചിക്കാഗോ മതസമ്മേളനത്തില് എന്താ പറയുന്നത്, വിവേകാനന്ദൻ പങ്കെടുത്തു എന്നറിയാം. വിവേകാനന്ദനൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി ആരാണ്? ചിക്കാഗോ നമ്മുടെ മതസമ്മേളനത്തില് സ്വാമി വിവേകാനന്ദന്റെ കൂടെ പങ്കെടുത്ത പ്രമുഖനായിട്ടുള്ള മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്? രാജാ രവിവർമ്മയാണ്. ആരാണ്? രാജാ രവിവർമ്മ. അപ്പൊ ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദന്റെ ഒപ്പം പങ്കെടുത്ത പ്രസിദ്ധനായ മലയാളി രാജാ രവിവർമ്മ. അടുത്ത ചോദ്യം, യൂണിറ്റ് വിസ്തീർണത്തിൽ എന്താണ്? യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. യൂണിറ്റ് വിസ്തീർണത്തില് ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മർദ്ദം എന്ന് വിളിക്കുന്നു. യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം. ഇനി അടുത്തത്, ജനകീയാസൂത്രണം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ ജനകീയാസൂത്രണം ഇന്ത്യയിൽ വന്നത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. 9th പ്ലാനിന്റെ കാലത്ത്, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നത്? ജനകീയാസൂത്രണം നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നത് എന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത് എന്താണ്? ആൽക്കലിയാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത് ഏതാണ്? ആൽക്കലിയാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത്. ഇനി അടുത്തത്, ആരാണ് പെൻഡുലം ക്ലോക്ക് നിർമ്മിച്ചത്? ആര് എന്ന് ചോദിച്ചാൽ പെൻഡുലം ക്ലോക്ക് നിർമ്മിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ക്രിസ്ത്യൻ ഹൈജീൻസ് എന്നാണ്. ആരാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ് ട്ടോ. അപ്പൊ ക്രിസ്ത്യൻ ഹൈജീൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് നിർമ്മിച്ചത്? പെൻഡുലം ക്ലോക്ക് നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി ഒരു ഗ്രാമത്തില് ഒരു വില്ലേജില് പരമാവധി എത്ര വാർഡുകളാവാം? ഒരു ഗ്രാമത്തിലെ പരമാവധി വാർഡുകളുടെ എണ്ണം എത്രയാണ്? 20 ഒരു ഗ്രാമത്തിലെ പരമാവധി വാർഡുകളുടെ എണ്ണം എത്രയാണ്? 20. അടുത്തത്, വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം എന്നാണ്. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം എന്നാണ്? 1760. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. അത് നടന്നത് 1760. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പാണ് നമ്മൾ പറയാം. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പാണ്. അടുത്തത്, ചരിത്രത്തിന്റെ ജന്മഭൂമി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ചരിത്രത്തിന്റെ ജന്മഭൂമി എന്ന് അറിയപ്പെടുന്നത് ഗ്രീസിനെയാണ്. ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഗ്രീസിനെയാണ്. ഇനി അടുത്തത്, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ആസൂത്രണ സമിതി ദേശീയ ആസൂത്രണ സമിതി എന്നാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ആസൂത്രണ സമിതി നിലവിൽ വന്നത് 1938. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ആസൂത്രണ സമിതി വന്നത് 1938. സ്വതന്ത്ര ഭാരതത്തില്, നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം, അതാണല്ലോ സ്വതന്ത്ര ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം
നയം എന്നാണ് നിലവിൽ വന്നത്? സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായിക നയം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായിക നയം നിലവിൽ വന്നു 1948. ഇനി അടുത്തത് ഒരു മനുഷ്യനെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത് സാമൂഹീകരണം എന്നാണ്. എന്താണ്? സാമൂഹീകരണം എന്നാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയെ സാമൂഹീകരണം എന്ന് വിളിക്കുന്നു. അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് സ്ഥാപിച്ചത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് സ്ഥാപിച്ചത്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇനി അടുത്തത് ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം ആണ് ചോദിച്ചത് 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013 ആണ്. ലോക മണ്ണ് ദിനം എന്നാണ്. ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 ലോക മണ്ണ് ദിനം എന്നാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം എന്ന് വിളിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ നമ്മുടെ ആദ്യത്തെ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗിയാണ്. അടുത്ത ചോദ്യം, ചൂടുപിടിച്ച ഭൗമ ഉപരിതലത്തോട് ചേർന്ന് ആകെ ചൂടുപിടിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേര് എന്താണ്? താപചാലനം എന്നാണ്. ഡെഫിനിഷൻ ഒന്നും കൂടെ ടീച്ചർ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ചൂട് പിടിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസത്തിന് താപചാലനം എന്ന് വിളിക്കുന്നു. ചൂട് പിടിച്ചിരിക്കുന്ന ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസമാണ് താപചാലനം എന്നറിയപ്പെടുന്നത്. അടുത്തത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഊർജം എങ്ങോട്ട് പോകുന്നു? ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ്? വികിരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ഭൗമ വികിരണം എന്നാണ്. എന്താ വിളിക്കുന്നത്? ഭൗമ വികിരണം എന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേര് ഭൗമ വികിരണം എന്നാണ്. എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതലത്തില് തരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്ന പ്രതിഭാസത്തെ ഭൗമ വികിരണം എന്ന് പറയുന്നു. ഇനി അടുത്തത്, ഒരേ അന്തരീക്ഷ താപനില, അതായത് ഒരുപോലെയുള്ള ഒരുപോലെയുള്ള അന്തരീക്ഷ താപനിലയുള്ള
പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക രേഖ വരയ്ക്കുന്നു. ആ സാങ്കല്പിക രേഖയ്ക്ക് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? എന്താണ് അതിനിട്ട് വിളിക്കുന്ന പേര്? ഐസോതേംസ് എന്നാണ്. എന്താണ്? ഐസോതേംസ് അഥവാ സമതാപരേഖകൾ. ഈ സമതാപരേഖയേക്കാൾ കൂടുതൽ കാണാറുള്ള വേർഡ് ഇതാണ്, ഐസോതേംസ് എന്ന് കേട്ടോ. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളെ ഐസോതേംസ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് സൗരതാപനവും. എന്താണ്? സൗരതാപനവും ഭൗമവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത്. സന്തുലനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ് അറിയപ്പെടുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് എന്നാണ്. ഹീറ്റ് ബഡ്ജറ്റ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനം, തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത് ഹീറ്റ് ബഡ്ജറ്റ് എന്നാണ്. ഇനി അടുത്തത്, ഒരു നദിയിലേക്ക്, ഏതെങ്കിലും ഒരു നദിയിലേക്ക് ഒഴുകി എത്തുന്ന മെയിൻ ആയിട്ടുള്ള ഒരു നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഉപനദികളെ എന്ത് വിളിക്കുന്നു? ട്രൈബ്യൂട്ടറീസ്. എന്താ വിളിക്കുക? ട്രൈബ്യൂട്ടറീസിന്റെ മലയാളം എന്താണ്? പോഷക നദികൾ. ഒരു നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഉപനദികളെ പോഷക നദികൾ എന്ന് വിളിക്കുന്നു. ഒരു നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഉപനദികളെ വിളിക്കുന്നത് ട്രൈബ്യൂട്ടറീസ് അഥവാ പോഷക നദികൾ എന്നാണ്. അടുത്തത്, ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനയെ നമ്മൾ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളാണ് എന്ത്? ബർക്കനുകൾ. ഇനി അടുത്തത്, ഹിമാനികളുടെ അപരദനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ എന്ത് പേരിട്ട് വിളിക്കുന്നു? സിർക്കുകൾ എന്ന് വിളിക്കുന്നു. ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ വിളിക്കുന്നത് സിർക്കുകൾ എന്നാണ്. ഹിമാനികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന ചാരുകസേരകളുടെ രൂപത്തിലുള്ള താഴ്വരകളെ സിർക്കനുകൾ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം, ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര് ആദം സ്മിത്ത് ആണ്. അടുത്തത് നോക്കുക, കൂടുതൽ വേഗത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒളിമ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ എന്നത് എന്താണ്? ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ്. ഒളിമ്പിക്സ് മുദ്രാവാക്യം ആരാണ് രചിച്ചത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫാദർ ഹെൻറി ദിദോൺ ആണ്
കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ എന്ന എന്ത് മുദ്രാവാക്യം, ഒളിമ്പിക്സ് മുദ്രാവാക്യം രചിച്ചത്? അടുത്തത് ഹണ്ടർ പ്രക്രിയ. ഹണ്ടർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നത് ഏത് ലോഹമാണ്? ടൈറ്റാനിയമാണ് ഹണ്ടർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നത്. ടൈറ്റാനിയമാണ് ഹണ്ടർ പ്രക്രിയ വഴി നിർമ്മിക്കുന്നത്. അടുത്തത് അലുമിനിയം ലോഹത്തോട്. അലുമിനിയം ലോഹത്തോട് കൂടുതൽ സാദൃശ്യം കാണിക്കുന്ന, കൂടുതൽ സാദൃശ്യം കാണിക്കുന്ന ആൽക്കലൈൻ എർത്ത് ലോഹം ഏതാണ്? അലുമിനിയം ലോഹത്തോട് കൂടുതൽ സാദൃശ്യം കാണിക്കുന്ന ആൽക്കലൈൻ എർത്ത് ലോഹത്തിന്റെ പേര് എന്താണ്? ബെറീലിയം. എന്താണ് ബെറീലിയം? അലുമിനിയം ലോഹത്തോട് കൂടുതൽ സാദൃശ്യം കാണിക്കുന്ന ആൽക്കലൈൻ എർത്ത് ലോഹമാണ് ബെറീലിയം. അടുത്തത് വിയറ്റ്നാമിൽ. എവിടെയാണ്? വിയറ്റ്നാം. വിയറ്റ്നാമിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധം ഏതാണ്? ഏജന്റ് ഓറഞ്ച്. വിയറ്റ്നാമിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധത്തിന്റെ പേര് ഏജന്റ് ഓറഞ്ച് എന്നാണ്. അടുത്തത് തൈര് കടയുമ്പോ നമുക്ക് എന്താണ് കിട്ടുന്നത്? നെയ്യ് കിട്ടുന്നു. നെയ്യല്ല, വെണ്ണയാണ് കിട്ടുന്നത്. തൈര് കടയുമ്പോൾ വെണ്ണ കിട്ടാൻ കാരണമായ ബലം ഏതാണ്? അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ വെണ്ണ കിട്ടാൻ കാരണമായ ബലത്തിന്റെ പേര് അപകേന്ദ്ര ബലം എന്നാണ്. അടുത്തത് ഹോട്ട് ഐസ്. എന്താണ് ഹോട്ട് ഐസ് എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോഡിയം അസറ്റേറ്റ് ആണ്. സോഡിയം അസറ്റേറ്റ് ആണ്. ഹോട്ട് ഐസ് എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തം ഏതാണ്? സോഡിയം അസറ്റേറ്റ് ആണ്. മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ്? മനുഷ്യന്റെ ഹൃദയത്തിലെ ഏത് അറയാണ് കൂടുതൽ കട്ടിയുള്ളത്? ഏതിനാണ് കൂടുതൽ കട്ടി? ഇടത് വെൻട്രിക്കിളിനാണ്. ഇടത് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിളിന്. മനുഷ്യ ഹൃദയത്തിൽ കൂടുതൽ കട്ടിയുള്ളത് ഇടത് വെൻട്രിക്കിളിനാണ്. പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? പവിത്ര എന്തിന്റെ സങ്കര ഇനമാണ്? നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര. നെല്ല് അല്ലെ. ഇനി അടുത്തത് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ്? കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് നിലവിൽ വന്നത്? 1908 കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 നിലവിൽ വന്നു. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദത്തിന്റെ പേര് എന്താണ്? ഫൊൻ എന്നാണ്. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഫൊൻ ആണ്. ഇനി അടുത്തത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? വാൾ സ്ട്രീറ്റ് ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? വാൾ സ്ട്രീറ്റ് ആണ്. അടുത്തത് മാംഗോ സിറ്റി ഓഫ് കേരള. മാംഗോ സിറ്റി ഏതാണ്? കേരളത്തിലെ മാംഗോ സിറ്റി മുതലമട. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. ഇനി അടുത്തത് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്? പെരിയാർ എന്താണ്? ലീസ് എഗ്രിമെന്റ്. പെരിയാർ ലീസ് എഗ്രിമെന്റ്. ആ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച ദിവാൻ ആരാണ്? രാമയ്യങ്കാർ. ആരാണ്? രാമയ്യങ്കാർ ആണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാർ ആണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണം അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? വാണ്ടി വാഷ് യുദ്ധം. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ യുദ്ധത്തിന്റെ കാരണവും അതുപോലെ തന്നെ വർഷവും ചോദിച്ചേക്കണു. ഫ്രഞ്ച് എന്താണ് ഭരണം അവസാനിക്കാൻ കാരണമായ യുദ്ധം? വാണ്ടി വാഷ് യുദ്ധം. ഇനി അടുത്തത് ഭരണഘടനയിൽ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 368. ഭരണഘടന ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 368. ഇനി അടുത്തത് ആൻഡമാനിലെ
പോർട്ട് ബ്ലെയറിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആരാണ്? ആരാണ്? മേയോ പ്രഭുവാണ്. ആൻഡമാനിൽ പോർട്ട് ബ്ലെയറിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആരാണ്? ആരാണ്? മേയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഏതു വർഷം? 1919. ദ്വിഭരണം കൊണ്ടുവന്നത് 1919. അടുത്തത് ഒരു ചോദ്യം കൂടെ. വായുവിന്റെ സാന്ദ്രത കുറയുന്നു. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുമർദ്ദം, അപ്പൊ വായുവിന്റെ സാന്ദ്രത കുറയുമ്പോ വായുവിന്റെ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദവും കുറയുന്നു. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായുവിന്റെ എന്തും കുറയുന്നു? മർദ്ദവും കുറയുന്നു. അപ്പൊ ഇത് വെറൈറ്റി ആയിട്ടുള്ള, ഇതിലെ മിക്ക ചോദ്യങ്ങളും എവിടുന്നാണ്? SCERT ബുക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം ഭംഗിയായിട്ട് പഠിച്ച് വെക്കുക കേട്ടോ എല്ലാവരും.